വർക്കല മേഖല വെട്ടൂർ വിദ്യാലയങ്ങളിലെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ മോട്ടോർ ബൈക്ക് അഭ്യാസം നാട്ടുകാർക്ക് ഭീഷണിയാവുകയാണ്. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്താണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇതുമൂലം അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഇരുചക്ര വാഹനങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന്റെ പരിസരത്ത് പാർക്ക് ചെയ്തതിനു ശേഷമാണ് സ്കൂളിൽ എത്താറുള്ളത്. ഒരു ബൈക്കിൽ 2-3 പേരാണ് ഒരേ സമയം യാത്ര ചെയ്യുന്നത്. ഹെൽമറ്റ് ധരിക്കാതെയും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയുമാണ് ഇരുചക്ര വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്നത്. വാഹനങ്ങളിൽ റോഡിലൂടെ ചീറിപ്പായുന്ന ഇവരിൽ പലർക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം. രക്ഷകർത്താക്കളുടെ കൂടി അറിവോടെയാണ് ഇവർ വാഹനങ്ങളുമായി എത്തുന്നത്. നാട്ടുകാർ നിരവധി തവണ പോലീസിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും പരാതി നൽകിയെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. 9 മണിയായി കഴിഞ്ഞാൽ ഈ റോഡിൽ എന്ന് പറഞ്ഞാൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒരു റോഡ് ക്രോസ് ചെയ്ത് പറ്റാത്ത ഒരു സാഹചര്യമാണ് ആളുകൾക്ക് പോലും ഉണ്ടാകുന്നത്. അതിനിടയിൽ കൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകൾ, അത് 2 പേരുമല്ല 3 പേരോളം ഇരുന്ന് 3-4 പേരോളം ഇരുന്നാണ് ഈ ബൈക്കുകൾ ഇതിലെ പോകുന്നത്. അത് അതിയായ സൗണ്ട് കാരണം ഈ മേലെയുള്ള കടക്കാർക്കായിക്കോട്ടെ മറ്റേ ആൾക്കാർക്കായിക്കോട്ടെ ശല്യം സഹിക്കാൻ വയ്യ. ഇത് യാതൊരുവിധ നടപടി ഇതിനെതിരായിട്ട് സ്വീകരിക്കാൻ ആരും തരാറില്ല. അത് വിദ്യാർത്ഥികളായ പല സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളാണ് ഈ ടൈമിൽ ഇത്രയും തിരക്കേറിയ ഈ ടൈമുകളിലൊക്കെ തന്നെ ഇങ്ങനെ ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത്. അഭ്യാസ പ്രകടനം കാണിച്ച് റൈസ് ചെയ്ത് ഫുൾ റൈസിങ്ങിൽ പെൺകുട്ടികൾക്ക് തന്നെ നടന്നു പോകാൻ കഴിയുന്നില്ല. ബസ് ഇറങ്ങി 9 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങി വളരെ തിരക്കിലോടുകൂടിയാണ് സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്നത്. ആ പോകുന്ന ഇതിന്റെ ഇടയിൽ കൂടിയാണ് ഇവർ ഈ കാണിക്കുന്നത്. ഇത് MP നമ്മുടെ RTO ആയിക്കോട്ടെ മറ്റേ പോലീസ് അധികാരികളായിക്കോട്ടെ ഇവരാരും തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കുകയോ യാതൊരു നടപടിയും സ്വീകരിക്കുവാനോ ഇവരാരും തയ്യാറാകുന്നില്ല. 8ാം സ്റ്റാൻഡേർഡിലും 10ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അഭ്യാസങ്ങൾ നടത്തുന്നത്. ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ബൈക്കിൽ വന്ന് 2-3 പേരായിട്ട് വന്ന് അഭ്യാസ പ്രകടനങ്ങൾ കാര്യങ്ങൾ ഇന്നും ഒരു അപകടം പറ്റി വണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. എവിടെയാണ് ഏത് ഏരിയയാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ഈ സ്ഥലവാസിയാണ്. സ്കൂൾ അധികൃതരും പോലീസും അടിയന്തരമായി ഇതിനെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ നിരപരാധികളായ കുരുന്നുകളുടെ ജീവൻ കൂടി ബലി കൊടുക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു. ഭാരത് വിഷൻ, വർക്കല.